ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലന്റെ എല്ലാ കള്ളക്കളികളും നമ്മുടെ കാവേരിയുടെ മുന്നിലോ അച്ഛന്റെ ഡയറിയുടെ രൂപത്തിൽ വെളിവാവുകയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ കാവേരി അവിടെ പോയി അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ കാവേരി എല്ലാം മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കുന്ന ജയപാലന് തന്റെ മുന്നോട്ടുള്ള ഓരോ നീക്കവും ഇനി സൂക്ഷിച്ചു വേണം എന്നൊരു തീരുമാനത്തിൽ എത്തുകയാണ്. തന്റെ ഒരാളായിട്ട് ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ തനിക്ക് സഹായമാകും. മാത്രമല്ല അവരുടെ കാര്യങ്ങളിൽ തനിക്ക് അധികാരം ഒരിക്കലും നഷ്ടപ്പെടാനും പാടില്ല. താൻ കഷ്ടപ്പെട്ട് അരവിന്ദനെ പറ്റിച്ചുണ്ടാക്കിയ ഒരു രൂപ പോലും തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ് ജയപാലൻ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കാവേരിയെ പ്രതിരോധിക്കണം. അതിനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് കച്ചയിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ ജയപാലൻ. പക്ഷെ കാവേരിയും ഇനി ഒരിക്കലും അയാളുടെ ഒരു വലയിലും പോയി വീഴത്തില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ കാവേരിയുടെ വീട്ടിൽ തന്നെ ജയപാലനെ അന്ധമായി വിശ്വസിക്കുന്ന ഒരാളുണ്ടല്ലോ, മറ്റാരുമല്ല നമ്മുടെ ശാരദാമ്മ. കാവേരി ജയപാലനെതിരെ എന്ത് സംസാരിച്ചാലും കാവേരിയെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ശാരദ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യവും ശാരദയോട് നമ്മുടെ ജയപാലൻ പറയുകയാണ്. കാവേരി ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് ശാരദയുടെ അറിവോട് കൂടിയാണോ? ഞാൻ എൻ്റെ അരവിന്ദന്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നിട്ട് കാവേരി എന്നെ ഇപ്പോൾ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നേ. അരവിന്ദൻ ഉണ്ടാക്കിയ കാശൊക്കെ ഞാൻ അടിച്ചു മാറ്റിയെന്ന് പോലും അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എൻ്റെ അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാവേരിയെ ബാക്കി വെച്ചേക്കില്ലായിരുന്നു. ഈ ജയപാലനെ വേദനിപ്പിച്ചാൽ ഒരിക്കലും അവന് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ശാരദയോട് പറയണേ കേട്ടോ. അപ്പം നമ്മുടെ കാവേരി ഇല്ലാത്ത സമയം നോക്കി വീട്ടിൽ വരുന്നത്. അപ്പം നമ്മുടെ ശാരദയ്ക്ക് ആകെ സങ്കടം തോന്നുക. ജയപാലേട്ട ക്ഷമിക്കുക, അവളൊരു എടുത്തുചാട്ടക്കാരിയാ, അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുക എന്നൊക്കെ ശാരദ പറയും കേട്ടോ. ജയപാലൻ പറയും, ശാരദ മാപ്പൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിലും കാവേരിയുടെ എടുത്തുചാട്ട സ്വഭാവം എനിക്കും അറിയാവുന്നതല്ലേ. പക്ഷെ എനിക്ക് വിഷമം വന്നു പോയി ശാരദയ്ക്ക് അറിയാവുന്നതല്ലേ ഞാനും അരവിന്ദനും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണെന്ന്. എൻ്റെ അരവിന്ദനെ ഞാൻ ചതിച്ചു എന്നൊക്കെ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പം എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് ജയപാലൻ കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കാണ്. അപ്പോൾ ശാരദ പറയും, ജയപാലട്ടൻ ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, ഇനി അവളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല, അവളിങ്ങ് വരട്ടെ, അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഗംഗയ്ക്ക് അമ്മയെ എതിർക്കണമെന്നുണ്ട്. പക്ഷേ അമ്മ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു രീതിയിലല്ല എന്ന് ഗംഗയ്ക്കും ബോധ്യപ്പെടുക. അപ്പോൾ പെട്ടെന്ന് ജയപാലൻ താൻ വന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഗംഗയുടെ നേരെ തിരിയുക. അല്ല ശാരദേ, ഈ പെങ്കുച്ചിന് ഇത്രയും പ്രായമായില്ലേ, എൻ്റെ അരവിന്ദനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇവളുടെ കല്യാണം നടന്നു പോകേണ്ടതാ. ഇനിയും ഗംഗയെ കല്യാണം കഴിപ്പിക്കാതെ ഇങ്ങനെ നിർത്തുന്നത് ശരിയാണോ? ഒരു കല്യാണാലോചന വന്ന് മുടങ്ങിപ്പോയെന്നും കരുതി ഇനിയും അവൾക്കൊരു കല്യാണം നടക്കില്ലെന്നാണോ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ ജയപാലേട്ട, ഇപ്പം ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാലോ. അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സ്വർണം വിറ്റിട്ടാ ഈ വീട് തിരിച്ചെടുത്തത്. ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയണം. ഒന്നും എൻ്റെ അരവിന്ദൻ സഹിക്കില്ല. ഞാനങ്ങ് ചെല്ലുമ്പോഴേ അവൻ എന്നോട് ചോദിക്കും, അവൻ്റെ കുടുംബത്തെ ഞാൻ എന്താ കൈയൊഴിഞ്ഞെന്ന്. അവൻ്റെ മക്കൾക്കോ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോടാന്ന് എന്നോട് അവൻ ചോദിച്ചാലേ ഞാനേ ഉത്തരം മുട്ടിപ്പോകും. അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കാൻ ഈ ജയപാലൻ സമ്മതിക്കില്ല. ശാരദ ഒരുങ്ങിയിരുന്നോ, ഇവർക്ക് പറ്റിയൊരു ആലോചനയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പൊന്നും പണവും ഒന്നും നോക്കാതെ പെൺകുട്ടികളെ മാത്രം ആഗ്രഹിക്കുന്നവർ ഇന്നത്തെ കാലത്തുണ്ടെന്നേ. അങ്ങനെ ഒരു ചെറുക്കനെ തന്നെ ഞാൻ ഇവക്കായിട്ട് കൊണ്ടുവരും എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗംഗയ്ക്ക് നല്ല ദേഷ്യം വരിക. ഗംഗയുടെ മനസ്സിൽ ഇപ്പൊ വിനീതിനൊരു സ്ഥാനമുണ്ട്. പക്ഷേ ജയപാലനെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞ അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഗംഗ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. താൻ വന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നടപ്പിലാക്കിയതുകൊണ്ട് തന്നെ ശാരദയുടെ യാത്ര പറഞ്ഞ് ജയപാലൻ ഇറങ്ങുക. അപ്പൊ ശാരദയ്ക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. ആ കാവേരി അവളിങ്ങ് വരട്ടെ, ജയപാലേട്ടൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെയൊക്കെ പറയാൻ അവൾക്ക് എങ്ങനെ തോന്നി, എന്ത് തെളിവ് കിട്ടിയെന്ന് അവൾ ഈ പറയുന്നത്. നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിലേ ഇതൊന്നും സഹിക്കത്തില്ലായിരുന്നു. നിങ്ങളെല്ലാവരെക്കാളും ഇഷ്ടം നിങ്ങളുടെ അച്ഛന് ജയപാലേട്ടനെ ആയിരുന്നു. അവർ കുഞ്ഞിനെ തൊട്ട് ഉണ്ടായിരുന്ന സൗഹൃദമല്ലേ, അതിനെ ചോദ്യം ചെയ്യാൻ മാത്രം ഇവൾ വളർന്നോ? അവൾക്കൊരു ജോലി കിട്ടിയപ്പം ഇത്രയ്ക്ക് അഹങ്കാരമോ എന്നൊക്കെ ശാരദ പറയൂട്ടോ. അപ്പം ഗംഗ പറയും, അമ്മേ ഒരു കാര്യമില്ലാത്ത കാവേരി എന്തെങ്കിലും പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ദേ പെണ്ണെ, അവള് പറയുന്നത് കേട്ട് നീയും തുള്ളാൻ നിൽക്കരുത്. ജയപാലേട്ടൻ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നതിന് മുൻപേ കണ്ടു തുടങ്ങിയതാ ആ മനുഷ്യനെ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് മറ്റൊരു കുടുംബത്തിന് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ? രക്തബന്ധത്തിലുള്ളവർ പോലും തള്ളിക്കളയുമ്പോഴാണ് സ്വന്തമല്ലാത്ത നമുക്ക് വേണ്ടി അദ്ദേഹം ഇത്രയേറെ ചെയ്തത്. എന്നിട്ട് ഇപ്പം നിനക്കൊരു കല്യാണം പോലും ആലോചിക്കാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ജയപാലേട്ടൻ്റെ വലിയ മനസ്സാ. എന്നിട്ട് ആ പെണ്ണ് അവിടെ പോയി എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? ജയപാലേട്ടൻ കാരണമല്ലേ അവൾക്ക് രാജി ജോലി പോലും കൊടുത്തത്. ആ ഒരു നന്ദിയെങ്കിലും അവൾക്ക് കാണിക്കായിരുന്നു. ഇന്നിങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് കാവേരിയോട് പറ്റി ദേഷ്യപ്പെട്ട് പറയാണ് കേട്ടോ ശാരദ.
എന്നിട്ട് വൈകുന്നേരം കാവേരി വരുമ്പം ശാരദ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. എടി, നീ ജയബാലേട്ടൻ്റെ വീട്ടിൽ പോയി എന്തൊക്കെയാടി വിളിച്ചു പറഞ്ഞത്? ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാടി നാക്കു പൊങ്ങിയത് എന്ന് ചോദിക്കാം. അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നത് എന്ന് കാവേരി ചോദിക്കും. എനിക്കൊന്നും അറിയണ്ട. ദേ, ഞാനാ നിങ്ങളുടെ അമ്മ, അല്ലാതെ നീ ഇവരുടെ അമ്മയാവാനൊന്നും നിൽക്കണ്ട. എന്നെ കവിഞ്ഞ് ഒരു ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുകയും വേണ്ട എന്ന് കാവേരിയോട് ശാരദ തീർത്തു പറയാം. ദേ അമ്മേ, ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നൊരു 1000 തവണ ഞാൻ പറഞ്ഞില്ലേ. അയാൾ ഒറ്റ ഒരുത്തം കാരണോ ഞങ്ങളുടെ അച്ഛൻ ഇത്ര പെട്ടെന്ന് മരിച്ചത്. ദേ പെണ്ണെ, ഇനിയും ഇങ്ങനൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഇത്രയും വലുതായതൊന്നും ഞാൻ വിചാരിക്കില്ല, നല്ല ചൂലെടുത്ത് അടിക്കും എന്ന് പറയാം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയേ പറയുള്ളൂ. ഇനി ഞാൻ മാറ്റി ചിന്തിക്കത്തുമില്ല. അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ദേ കാവേരി, ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം നീ ഇനി ഉണ്ടാക്കരുത് എന്നെനിക്ക് വാക്കുതാ. ദേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ നിങ്ങളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയായ ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് തീർത്തു പറയണേ കേട്ടോ. അപ്പം എന്ത് പറയണമെന്നറിയാതെ കാവേരി നിൽക്കുക. പിന്നെ ജയബാലേട്ടൻ ഇവക്കൊരു കല്യാണാലോചന കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി ഞെട്ടിത്തെറിക്കുക. ജയബാലനും കല്യാണാലോചന കൊണ്ടുവരാമെന്നോ? അമ്മ അത് നിന്നിട്ട് അംഗീകരിച്ചോ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ ഇവളെ കാലാകാലം ഈ വീട്ടിൽ ഈ മിഷനും തള്ളി ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ഇവക്കേ നിങ്ങളെക്കാളൊക്കെ മൂത്തതാ. ഇപ്പം അരവിന്ദേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവളുടെ കല്യാണം കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇനിയും ഇവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, പെണ്ണിൻ്റെ പ്രായം പൊയ്ക്കൊണ്ടിരിക്കുക, അവൾക്ക് താഴെയുള്ള നിനക്കും കല്യാണപ്രായം ആയതാ എന്ന് കാവേരിയോട് പറയാണ്. അപ്പം അത് കേൾക്കുന്ന നമ്മുടെ രാധമ്മ പറയും, നമ്മുടെ ഗംഗയ്ക്ക് വേണ്ടി ഇനി മറ്റൊരു വിവാഹം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഇവിടെ വിനീതില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യമുന പറയും, ആഹാ, അത് നന്നായി. വിനീതേട്ടൻ നല്ല ആളൊക്കെ തന്നെയാണ്. പക്ഷേ വിനീതേട്ടനെ കൊണ്ട് ഗംഗേച്ചിയെ കല്യാണം കഴിപ്പിച്ചാലത്തെ അവസ്ഥയെപ്പറ്റി അച്ചമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുജാതയപ്പച്ചിയെ ഗംഗേച്ചിയുടെ എല്ലുവരെ ഊരിയെടുക്കും. ഇനിയിപ്പം ഗംഗേച്ചിയല്ല, വിനീതേട്ടൻ ആരെ കല്യാണം കഴിച്ചാലും അവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് ദിവസം അവിടെ നിന്നപ്പോൾ തന്നെ നമ്മൾ ഗതി കെട്ടുപോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. രാധമ്മ പറയും, അത് ആ സാഹചര്യത്തിലല്ലേടി. ഇനി സുജാത എത്ര കാലം എന്ന് വെച്ചിട്ടാ അപ്പം കാവേരി പറയും, കാര്യം ജയപാലങ്ങൾ കൊണ്ടുവന്ന ആലോചന എനിക്ക് ഇഷ്ടമല്ലെങ്കിലും വിനീതേട്ടനെ കൊണ്ട് ഗംഗേച്ചിയെ കല്യാണം കഴിപ്പിച്ച സുജാത അപ്പച്ചി നന്നായിട്ട് പോരെടുക്കും രാധമ്മേ, അതിലൊരു സംശയവും ഇല്ല എന്ന് പറയാണ്. പിന്നെ സുജാത അപ്പച്ചിക്ക് ഇനിയും ഒരുപാട് ആയുസുണ്ട് എന്ന് പറയാം. പക്ഷേ വിനീതേട്ടൻ നല്ല ആളാണ്, ഗംഗേച്ചിയെ പൊന്നുപോലെ നോക്കും. വിനീതേട്ടന് ഗംഗേച്ചി എന്ന് വെച്ചാൽ ജീവനാ. പക്ഷേ സുജാതപ്പച്ചിയാ കുറച്ച് കടുപ്പം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ശാരദ പറയും, ഇനി വിനീതുമായിട്ട് ഒരു വിവാഹാലോചന അത് വേണ്ട. സുജാതയുടെ അടുത്തേക്ക് ഇവളെ കല്യാണം കഴിച്ചയപ്പിക്കാൻ എനിക്ക് പേടിയാ. ഇവളോട് അത്രയ്ക്ക് വൈരാഗ്യവും ദേഷ്യമാണ്. സുജാതയുടെ മനസ്സ് നിറയെ. അമ്മയ്ക്കും അറിയാവുന്നതല്ലേ അത്. എന്ത് വിശ്വസിച്ചാ വിനീതനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക? അവൻ്റെ കുടുംബത്തെ വേർപ്പെടുത്തിക്കൊണ്ട് ഇവളുമായിട്ട് മാറി താമസിക്കാൻ പറ്റുമോ? അതൊരിക്കലും ശരിയല്ല. സുജാത ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലേ അവനെ വളർത്തിയെടുത്തത്. നമ്മൾ കാരണം അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് പറയാം. രാധമ്മ പറയും, എങ്കിലും ശാരദയെ അവൻ എത്ര ഇഷ്ടമാണ് ഇവളോട്. നല്ല പയ്യനല്ലേ. നമുക്കൊരാവശ്യം വന്നപ്പം ഈ പറഞ്ഞ ജയപാലനോ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തിനും ഓടി നടക്കാനും നമ്മൾക്ക് താങ്ങാവാനും അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. വിനീതിനെ കൊണ്ട് ഗംഗയെ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് സമ്മതം അമ്മേ. പക്ഷേ സുജാത അവൾ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? സുജാതയ്ക്ക് എന്നോടും മക്കളോടും അത്രയ്ക്ക് ദേഷ്യവും വൈരാഗ്യമാണ്. ഗംഗയെ അവിടേക്ക് കല്യാണം കഴിപ്പിച്ചയച്ചാൽ ഗംഗയോട് എത്രമാത്രം പോരെടുക്കുമെന്ന് അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്തെങ്കിലും സമാധാനമുള്ള ജീവിതം ഇവനോ അവക്കോ ഉണ്ടാവുമോ? രണ്ടുപേരും എന്നും കിടന്ന് കഷ്ടപ്പെടേണ്ടി വരത്തില്ലേ എന്ന് ശാരദ രാധമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങാണ് കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം തന്നെ നമ്മുടെ ജയപാലൻ ഒരു കല്യാണാലോചന റെഡി ആയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ശാരദയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ശാരദ ചോദിക്കും, ഇത്ര പെട്ടെന്ന് ചെറുക്കനെ കിട്ടിയോ ജയപാലേട്ട എന്ന് ചോദിക്കുക. പിന്നല്ലാതെ ഈ ജയപാലൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ വെറും കൈയുടെ കയറി വരുമെന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശാരദയോട്. ഞാനേ എൻ്റെ സ്വന്തം മകൾക്ക് ആലോചിക്കുന്ന പോലെ അത്ര തിടുക്കപ്പെട്ട ഗംഗയ്ക്ക് വേണ്ടി ഒരു കല്യാണാലോചന കൊണ്ടുവന്നത്. നല്ല പയ്യനാ, അവർക്ക് പൈസയോ പൊന്നോ ഒന്നും വേണ്ട, നല്ലൊരു പെൺകുട്ടി ആയിരിക്കണം എന്നൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അതിപ്പം നമ്മുടെ ഗംഗ തങ്കം പോലത്തെ ഒരു കുട്ടിയല്ലേ. അവർക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഞായറാഴ്ച വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്താ ശാരദ പറയണ്ടേ എന്ന് ചോദിക്കാം. അപ്പം ശാരദ പറയും, ഞങ്ങൾക്ക് വേറെ സമ്മതക്കുറവൊന്നുമില്ല, ഞായറാഴ്ച വന്ന് കാണാൻ പറഞ്ഞോളൂ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ജയപാലൻ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ വിനീത് അങ്ങോട്ടേക്ക് ഗംഗയ്ക്ക് തയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ വിനീതിനെ കാണുമ്പോൾ ജയപാലൻ പറയും, എടാ ചെറുക്ക, ഈ വീട്ടിലെ ഇനി അധികം നീ കയറി ഇറങ്ങി നടക്കൊന്നും വേണ്ട. ഗംഗയ്ക്ക് കല്യാണാലോചന ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി ഒരു ചെറുക്കൻ, അല്ലാതെ നിന്നെപ്പോലെ പീറ ഒരു ടൈലറൊന്നും അല്ല, നല്ല ഒന്നാന്തരം ജോലിക്കാരനാണ്. പിന്നെ നീ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നോ, അവളുടെ അംഗങ്ങളുടെ സ്ഥാനത്ത് ഇപ്പം നീ
നീയല്ലേ ഉള്ളൂ. പന്തൽ കെട്ടാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താനും അരവിന്ദനില്ലാത്ത സ്ഥിതിക്ക് നിന്റെ ആവശ്യം വരും. അതിനുശേഷം ഇവിടെ കാർന്നോരുടെ സ്ഥാനത്ത് പുതിയ ആള് വരും. പിന്നെ നീ അധികം ഇങ്ങോട്ട് അടുക്കാൻ നിൽക്കണ്ട, പറയുന്നത് മനസ്സിലായോടെ ചെറുക്ക എന്ന് ജയപാലൻ നമ്മുടെ വിനീതിനെ വേദനിപ്പിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. എന്നിട്ട് പുച്ഛിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോവാം. ഇത് കേൾക്കുന്ന വിനീത് ആകെ തകർന്നു പോവാണ് കേട്ടോ. അപ്പം വിനീത് ഗംഗയുടെ കയ്യിലേക്ക് സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ചോദിക്കും, ഗംഗയ്ക്ക് പുതിയ വിവാഹാലോചനയൊക്കെ വന്നു തുടങ്ങിയല്ലേ എന്ന് ചോദിക്കാം. അപ്പം നെഞ്ച് തകർന്നുള്ള വിനീതിൻ്റെ ആ ചോദ്യം കേൾക്കുമ്പം ഗംഗയ്ക്ക് ആകെ സങ്കടം വരിക. ഗംഗ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അതല്ലേ വിനീതേട്ട നല്ലത്, അല്ലാതെ നമ്മളൊന്നും മോഹിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഗംഗയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അവിടുന്ന് വിനീത് സങ്കടത്തോടെ ഇറങ്ങി പോവാണ്. അപ്പം വിനീതിൻ്റെ ആ പോക്കൊക്കെ ശാരദ കാണുന്നുണ്ട്. അപ്പം രാധമ്മയും കാണുന്നുണ്ട്. അപ്പം രാധമ്മ ശാരദയോട് പറയും, അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അവൻ എന്തിഷ്ടമാണെന്ന് അറിയാമോ ഗംഗയെ. എന്നിട്ട് അവൾ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് അറിഞ്ഞപ്പം തകർന്നു പോയി കാണും. ഒരിക്കൽ ഇതേ അവസ്ഥയിലൂടെ അവൻ കടന്നു പോയതാ. അവൻ്റെ അവസ്ഥ കണ്ടിട്ടാ സുജാതയ്ക്ക് ഇത്രയ്ക്ക് ദേഷ്യം നമ്മളോട് എല്ലാവരോടും ഉണ്ടായത് എന്ന് പറയാണ്. ഞാൻ എൻ്റെ മോളെ ന്യായീകരിച്ച് പറയുന്നതല്ല, എങ്കിലും അവളെ പരിഗണിക്കണ്ട, നിനക്ക് ഇവളെ കൊണ്ട് വിനീതനെ കൊണ്ട് കെട്ടിച്ചൂടെ ഇവളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശാരദ പറയും, ജയപാലേട്ടൻ ആലോചന കൊണ്ടുവന്നില്ലേ അമ്മേ, ഒന്ന് കണ്ടിട്ട് പോട്ടെ. അതുമല്ല, സുജാതയുടെ അടുത്തേക്ക് ഗംഗയെ കല്യാണം കഴിച്ചയപ്പിക്കാൻ എനിക്ക് പേടിയമ്മേ, അതുകൊണ്ടാ. അവൾ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അരവിന്ദേട്ടൻ പോലും ഇല്ല ഒന്ന് ചോദിക്കാൻ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം എന്ത് പറയണമെന്നറിയാതെ രാധമ്മയും നിൽക്കുകയാണേ. ഇതേ സമയം കടയിലേക്ക് ആകെ സങ്കടപ്പെട്ട് കയറി വരുന്ന വിനീതനെ കാണുന്ന സലിമിക ചോദിക്കും, നിനക്കിത് എന്ത് പറ്റിയടാ, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എടാ വിനീത, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി സലിമിക്ക എന്ന് പറയാ. സലിമിക്ക പറഞ്ഞത് നേരാ, ഒന്നും ആഗ്രഹിക്കരുത്, ഞാനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല, എങ്കിലും ഒന്ന് ഇറക്കി വിടാൻ പറ്റണ്ടേ അവളെ എൻ്റെ മനസ്സിൽ നിന്ന് എന്ന് ചോദിക്കുക. അവരൊക്കെ ഇപ്പം അത്യാവശ്യം ജോലിയായി നേരെ നിന്ന് കഴിഞ്ഞപ്പം നിന്നെ വീണ്ടും കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ല്ലേടാ, അവരെ സ്നേഹം കാണിക്കുമ്പം നീ അതിൽ വീണു പോകരുതെന്ന്. അവർക്ക് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആർക്കും ഒരെതിർപ്പുമില്ല. ഇപ്പം ഗംഗയ്ക്കും പാതി സമ്മതമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കില്ല. അതാ സലിമിക്ക. അവരെ വീട്ടിൽ കൊണ്ടുപോയപ്പം അമ്മ അത്ര മോശമായിട്ടാണ് അവരോട് പെരുമാറിയത്. അത്രയേറെ അവരവിടെ ഇട്ട് നരകിപ്പിച്ചു. അതൊക്കെ അമ്മായിയുടെ മനസ്സിൽ നിന്ന് പോകുമോ? അവരുടെ മോളെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊരു ചിന്ത അവർക്കുണ്ടായതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. എടാ, നിന്റെ അമ്മയുടെ കൂടെയാണോ അതിന് അവൾ ജീവിക്കാൻ പോകുന്നത്? നിന്റെ കൂടെയല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനിടയിൽ ആര് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത് നിന്നെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് കഴിയില്ല. അത് തന്നെ കാര്യം. വിനീതെ, ഇനി ആ ഒരു കാര്യത്തിനും ആ വീട്ടിലോട്ട് കയറി പോവണ്ട എന്ന് പറയാണ് കേട്ടോ. അമ്മാവൻ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, അങ്ങനെ കൈയൊഴിഞ്ഞ് കളയാൻ എനിക്ക് പറ്റുമോ? ഗംഗയെ എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ വിനീതിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് കരയുവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ സലിമിക്ക് എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കാം. ഇതേ സമയം തന്നെയാണ് നിവിൻ അങ്ങോട്ട് വരുന്നത്. അപ്പം വിനീതിൻ്റെ ഈ സങ്കടപ്പെട്ടുള്ള ഭാവമൊക്കെ കാണുമ്പം നിവിൻ കാര്യം തിരക്കുമ്പോൾ സലീമൊക്കെ എല്ലാം പറയും. അപ്പം നിവിനാണെങ്കിൽ നമ്മുടെ വിനീതിനോട് പറയും, സാരമില്ലടാ, അത് നടക്കത്തൊന്നും ഇല്ലെന്നേ, പിന്നെ എന്താലോചനയാണേലും ഒന്ന് കണ്ടിട്ട് പോകാനല്ലേ അവർ വന്നിരിക്കുന്നത്, ഇനിയും എത്ര ചടങ്ങുകൾ ബാക്കിയുണ്ട്. ഇപ്പം ഗംഗയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പം വിനീത് പറയും, ഗംഗയെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അവൾ സുന്ദരിയല്ലേ, നല്ല പെരുമാറ്റമല്ലേ, നല്ല സ്വഭാവമല്ലേ, പിന്നെന്താ അവൾക്കൊരു കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും ആ വരുന്ന ചെറുക്കനും കൂട്ടർക്കും അവളെ ഇഷ്ടപ്പെടും, എനിക്കെൻ്റെ ഗംഗയെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്ന് പറയാം. അപ്പോൾ സലിമിക്ക അവൻ്റെ സങ്കടം കാണുമ്പോൾ പറയും, എടാ നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ ഒന്നും പ്രതീക്ഷിക്കരുതെടാന്ന്, നീ വീണ്ടും ഇങ്ങനെ തളർന്നു നിൽക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാ എന്ന് പറയും. നിവിനെ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കടാ എന്ന് നിവിനോട് പറയാണ് കേട്ടോ. നീ ഒന്നും വിഷമിപ്പിക്കണ്ട, ഞാൻ കാവേരിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് നിവിനും പറയാം. അപ്പോൾ വിനീതിൻ്റെ ഈ സങ്കടമൊക്കെ കാണുന്ന നിവിന് കാവേരിയോട് റിസോർട്ടിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിവിനെ, വിനീതേട്ടൻ്റെ സ്നേഹം അറിയാം, ഗംഗേച്ചിക്കും ഇപ്പം വിനീതേട്ടനോട് ഒരു ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നത്, പക്ഷേ അമ്മയ്ക്ക് എന്തോ വാശിയുള്ളതുപോലെയാ എന്ന് പറയാൻ കേട്ടോ. അതുമാത്രമല്ല, നിവിനോടിത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ജയപാലനങ്കിൾ അയാൾ എന്തൊക്കെയോ കള്ളക്കളികൾ കളിക്കുന്നുണ്ട്. അയാൾ ഞങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും കള്ളമായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ ജോലിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല.
അച്ഛൻ കൃത്യമായിട്ട് എല്ലാ മാസവും കാശ് അടയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അച്ഛന് എല്ലാ കണക്കും കാര്യങ്ങളും ഒക്കെ അടങ്ങിയ ഒരു ഡയറി എനിക്ക് കിട്ടി എന്ന് പറയണം കേട്ടോ. അപ്പം ജയപാലൻ ഇത്ര ഒരു ദുഷ്ടനാണെന്ന് നിവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിവിൻ്റെ സ്വന്തം അമ്മാവനാണല്ലോ. അപ്പം നിവിൻ ചോദിക്കും, കാവേരിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. അരവിന്ദനങ്ങളെ ചതിക്കാനൊന്നും ജയപാലങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുമ്പം ഒരു റഫ് സ്വഭാവമാണെങ്കിലും ആളത്ര ദുഷ്ടനൊന്നും അല്ല എന്ന് പറയാം. എനിക്ക് മനസ്സിലാകും നിവിൻ്റെ അമ്മാവനാ എന്നുള്ള കാര്യം. പക്ഷേ ഇതാ സത്യാവസ്ഥ. എൻ്റെ അമ്മയെ വിശ്വസിപ്പിക്കാൻ അയാൾക്ക് സാധിക്കും. പക്ഷെ ഞാനത്ര പൊട്ടിയൊന്നുമല്ല. എല്ലാ കണക്കുകളും അച്ഛൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. തോട്ടത്തിന് വാങ്ങാൻ കാശ് കൊടുത്തതടക്കം എത്ര രൂപ കൊടുത്തു എന്ന് വരെയും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അയാളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും 10 പൈസ അതിനായിട്ട് കൊടുത്തിട്ടില്ലെന്ന. എന്തിനങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന് ചോദിക്കാം. അപ്പം നിവിൻ്റെ പക്കലും അതിനൊരു മറുപടി ഇല്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി കൊടുത്തിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, ഏഴില്ലംകാവ്. എനിക്ക് അവിടെ പോകണം നിവിനെ. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും ഉള്ള ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കാവേരി പറയാണ് കേട്ടോ. അപ്പം നിവിനും കൂടെ പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഏഴില്ലംകാവിലേക്ക് ഒരു യാത്ര പോകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. ഇതേ സമയം കാവേരി വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വരുമ്പോൾ കല്യാണക്കാര്യം ശരിയായിട്ടുണ്ടെന്നുള്ള കാര്യം ശാരദ പറയാണ്. അത് കേൾക്കുമ്പം കാവേരിക്ക് ഒരുപാട് സങ്കടം വരിക. എന്തിനാ അമ്മ ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ഗംഗേച്ചിക്ക് അധിക പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയാം. ദേ കാവേരി, നീ ആവശ്യമില്ലാത്ത തടസ്സം നിൽക്കണ്ട. നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. വിനീതിനെ എനിക്കും ഇഷ്ടമാണ്. വിനീത് കല്യാണം കഴിക്കാൻ ആരിലും ആഗ്രഹിക്കുന്നത് ഞാനാ. പക്ഷേ സുജാത അവളെ വിശ്വസിച്ച് എനിക്ക് കെട്ടിച്ചയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പൊ കാവേരിക്ക് അതിന് മറുപടി ഒന്നുമില്ല. അന്നും കരുതി ഈ ജയപാലങ്കിൽ അയാൾ കൊണ്ടുവരുന്ന ആലോചനയെ അമ്മയ്ക്ക് നടത്താനുള്ളോ എന്ന് ചോദിക്കുകയാണ്. ദേ കാവേരി, നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞു ജയപാലേട്ടനെ മോശമായിട്ട് പറയരുതെന്ന്. ആ മനുഷ്യനായതുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട ഒരു ആലോചന കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ എടുത്ത് കൊടുക്കാനുള്ളത് എന്ന് ചോദിക്കാം. ദേ അമ്മേ, കാശോ പണമോ ഒന്നുമല്ല, പെണ്ണിന്റെ മൂല്യം നോക്കി വരുന്ന ബന്ധങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളതേ നടത്തിയാൽ മതി ഗംഗേച്ചിക്ക് എന്ന് പറയാം. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ ശാരദയുണ്ട്. ഞാൻ മരിച്ചതിന് ശേഷം മതി നീ തീരുമാനങ്ങൾ എടുക്കുന്നത്. മര്യാദയ്ക്ക് നീ ഒരുങ്ങി നിന്നോണം. ഞായറാഴ്ച അവർ വരുമ്പോൾ ദേ നീയും ജോലി കൂലിന്നും പറഞ്ഞ് ഇറങ്ങരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി ആകെ നിസ്സഹായമായിട്ട് നമ്മുടെ ശാരദയെ നോക്കുവാണ്. ഗംഗയും യമുനയൊക്കെ എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. അത്രയ്ക്കും വാശി പിടിക്കുകയാണ് ശാരദ. അങ്ങനെ ഞായറാഴ്ച നമ്മുടെ ഗംഗ ഒരുങ്ങാണ് കേട്ടോ. ഗംഗയോട് അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, ചേച്ചി ശരിക്കും മനസ്സറിഞ്ഞ് സമ്മതിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരുങ്ങുന്നത് എന്ന് ചോദിക്കാം. അപ്പം ഗംഗ പറയും, എന്ത് ആഗ്രഹങ്ങൾ, എനിക്ക് നമ്മുടെ അച്ഛൻ മരിച്ചതോടുകൂടി എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എങ്ങും പോയി. ഇപ്പം എൻ്റെ മനസ്സിൽ ഒരാഗ്രഹങ്ങളുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് ജീവിച്ച് കണ്ടാൽ തന്നെ ചേച്ചിക്ക് സന്തോഷമാണ് എന്ന് ഗംഗ പറയൂട്ടോ. അപ്പോൾ കാവേരി പറയും, ചേച്ചി അത്ര ത്യാഗിയൊന്നും ആവണ്ട. ചേച്ചിക്ക് ഈ വരുന്ന ആളെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞോണം. അമ്മ എന്ത് പറഞ്ഞാലും അതൊന്നും ചേച്ചി പേടിക്കണ്ട എന്ന് പറയണേ കേട്ടോ. നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട, അവർ വന്ന് കണ്ടിട്ട് പോട്ടെ, നമുക്ക് നോക്കാം എന്ന് ഗംഗ അപ്പോൾ പറയണേ കേട്ടോ. അപ്പോൾ യമുനയ്ക്കും ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ലേ. അങ്ങനെ ജയപാലൻ ചെറുക്കനെയും കൂട്ടരും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പം അതിൽ എല്ലാവരും അത്യാവശ്യം പ്രായം ചെന്ന് ജയപാലൻ്റെ ഒപ്പം പ്രായമുള്ള ആളുകളാണ് കേട്ടോ. ഗംഗയെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ശാരദയും അങ്ങോട്ട് വരിക. അപ്പം രാധമയും ജയപാലിൻ്റെ അടുത്ത് ഇരിക്കുക. അപ്പം പെട്ടെന്ന് ശാരദ ചോദിക്കും, അല്ല ചെറുക്കൻ വന്നിട്ടില്ലേ ജയപാലേട്ടാ? ചെറുക്കൻ്റെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, ചെറുക്കൻ ഇവിടെ ഉള്ള ആളല്ലേ, അതുകൊണ്ടാണോ ബന്ധുക്കൾ വന്നേ എന്നിങ്ങനെ ചോദിക്കുക. അതെന്ത് വർത്തമാനോ ശാരദ നീ പറയുന്നത്? ചെറുക്കനല്ലേ ഈ ഇരിക്കുന്നേ എന്നും പറഞ്ഞ് ആ വന്നതിൽ നല്ല പ്രായമുള്ള ജയപാലിനോടൊപ്പം പ്രായമുള്ള ഒരുത്തനെ കാണിക്കുകയാണ് കേട്ടോ. അത് കാണുന്ന കാവേരിയും ഗംഗയൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. രാധമേ, എന്താ പറഞ്ഞത്? ഇത് ചെറുക്കനോ അതോ ചെറുക്കൻ്റെ അച്ഛനോ എന്ന് അപ്പം കാവേരി ചോദിക്കുക. അതെന്താ സംശയം? ഇത് ചെറുക്കൻ തന്നെയാ, നല്ല ഒന്നാന്തരം ജോലിയുണ്ട്, കാശുണ്ട്. ദേ ഗംഗയെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാ പറഞ്ഞത്. ഇനിയിപ്പം നമുക്ക് ഒരു ദിവസം കുറിച്ച് എത്രയും വേഗം കല്യാണം നടത്താം എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് മുഖത്തടിച്ച പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഇങ്ങനെ ഒരു കാര്യം ശാരദ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ചതി ജയപാലൻ തന്നോട് ചെയ്യുമെന്ന് കരുതിയില്ല. ജയപാലേട്ടന് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ എന്ന് ചോദിക്കാം. എന്താ ശാരദ ഈ പറയുന്നത്? നീ എന്നോട് ഒരാലോചന കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ അതിന് തക്ക ഒരാലോചനയും കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ കൈ കൊടുക്കാൻ പൊന്നും പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കിട്ടുള്ളൂ. പറയാൻ ഇച്ചിരി പ്രായക്കൂടുതലുണ്ടെന്ന് ഒഴിച്ചാൽ എന്താ ഒരു കുറവ് എന്ന് ചോദിക്കാം. അപ്പം കാവേരി പറയും, എഴുന്നേക്കടോ എന്ന് ആ ചെറുക്കനോടും കൂട്ടരോടും പറയാം. ഇവിടെ തനിക്ക് കെട്ടാൻ പെണ്ണില്ല, ഈ നിമിഷം ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും അടിച്ചിറക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗംഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അമ്മയ്ക്ക് ഇപ്പം തൃപ്തിയായല്ലോ. ഇയാളുടെ ന്യായം പറയാനും പക്ഷം പറയാനും അമ്മയ്ക്ക് 100 നാക്കായി.
ഇങ്ങനൊരു കളവിനൊപ്പം എൻ്റെ ഗംഗേച്ചിയെ കെട്ടിച്ചു വിടാൻ മാത്രം ഗംഗേച്ചിക്ക് അത്ര ഗതി കേട്ടിട്ടില്ല. ഞാനേ ഇതിലും നല്ല ആലോചന കൊണ്ട് നല്ലൊരു ചെറുക്കനെ കൊണ്ട് എൻ്റെ ഗംഗേച്ചിയെ കല്യാണം കഴിപ്പിച്ചോളാം, അമ്മയ്ക്ക് തൃപ്തിയായല്ലോ എന്നും പറഞ്ഞ് കാവേരി കയറി പോവാണ് കേട്ടോ. അപ്പം ശാരദ അവിടെ നിന്ന് കരയുവാ. അപ്പം ജയപാലൻ പറയും, എന്താ ശാരദ ഈ കാണിച്ചത്? വന്ന ആൾക്കാരെ കാവേരി അടിച്ചിറക്കിയത് കണ്ടില്ലേ? ഇതാണോ മാന്യത? ഇങ്ങനെയാണോ പെൺകുട്ടികളെ പെരുമാറേണ്ടത്? ജയപാലേട്ടൻ ഒന്നും പറയണ്ട. ഇത്രയും നാളും എൻ്റെ കാവേരി എന്നോട് പല കാര്യങ്ങളും നിങ്ങളെപ്പറ്റി പറഞ്ഞു, പക്ഷെ ഞാനതൊന്നും ഇന്ന് വരെ വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അരവിന്ദേട്ടനെ ചതിക്കാനും വഞ്ചിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം ജയപാലേട്ടൻ ചെയ്യരുതായിരുന്നു. നിങ്ങളുടെ സ്വന്തം മകൾക്ക് ഇങ്ങനൊരു ആലോചന കൊണ്ടുവരുമായിരുന്നോ? എൻ്റെ അരവിന്ദേട്ടനെക്കാളും പ്രായമുണ്ടല്ലോ ആ കൊണ്ടുവന്ന അയാൾക്ക്. അങ്ങനൊരാളെ കൊണ്ട് കെട്ടിക്കാൻ മാത്രം ഇവിടെ ഗതികെട്ട ഒരു മകളില്ല എനിക്ക്. എൻ്റെ ഗംഗയെ കല്യാണം നടത്താൻ ഇനി ഞാൻ മതി. ഈ നിമിഷം ഇറങ്ങിക്കോ നിങ്ങൾ. ഇനി ഒരു സഹായത്തിൻ്റെ പേരും പറഞ്ഞ് ഈ പടി കയറരുത് എന്ന് ശാരദ മാന്യമായിട്ടോ ജയപാലനോട് പറയുന്നത്. ജയപാലൻ ഒരു മുറിവേറ്റ പാമ്പിനെ പോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണേ. എന്നിട്ട് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മേനെ കാണുമ്പം കാവേരിക്ക് നല്ല ദേഷ്യം വരിക. അമ്മയ്ക്ക് തൃപ്തി ആയല്ലോ, അമ്മയ്ക്കായിരുന്നല്ലോ അയാളെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ ഉത്സാഹം എന്ന് ചോദിക്കാം. മോളെ, എനിക്കൊരു തെറ്റു പറ്റിയതാ. ജയപാലേട്ടനോട് നമ്മളോട് കറ കളഞ്ഞ സ്നേഹമാണെന്ന് തന്നെ ഞാൻ കരുതി. പക്ഷേ ഇങ്ങനൊരു ആലോചന നിനക്ക് കൊണ്ടുവരുമെന്നോ ഒരിക്കലും അമ്മ കരുതിയില്ലടി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആകെ തകർന്ന് പോവാണേ നമ്മുടെ ശാരദയും. അപ്പം ഗംഗ പറയും, സാരമില്ലമ്മേ, അമ്മ അയാളെ ഒരുപാട് വിശ്വസിച്ചത് കൊണ്ടല്ലേ ഇങ്ങനൊരു ചതി സംഭവിച്ചത്. എനിക്ക് മനസ്സിലാകും അമ്മയുടെ മനസ്സ്, എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം ഇനിയും കാവേരി ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ. എല്ലാവരും തനിക്കെതിരായ സ്ഥിതിക്ക് ഇനി എങ്ങനെയെങ്കിലും രാജേശ്വരിയുടെ റിസോർട്ടിൽ നിന്ന് കാവേരിനെ അടിച്ചിറക്കണമെന്ന് തന്നെ ജയപാലൻ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേയുടെ വീഡിയോയും ഫോട്ടോസും ഒക്കെ ആയിട്ട് രാജേശ്വരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രാജേശ്വരിയോട് പറയും, നീ ഇപ്പോഴും ആ കാവേരിനെ ഇവിടെ ജോലിക്ക് വെച്ചുകൊണ്ടിരിക്കുവാണല്ലേ എന്ന് ചോദിക്കുക. ആ, വ്യക്തിപരമായി എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും നല്ല കഴിവുള്ള പെണ്ണ എന്ന് പറയാം. ആ, നല്ല കഴിവാ. ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തോണ്ടേ അവൾ അവിടെ ഒരു ഹോം സ്റ്റേ ആരംഭിച്ചു. നിനക്കിവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം അവള് ബാർഗെയിൻ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നീ വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക. കാവേരിയൊക്കെ ഹോം സ്റ്റേ തുടങ്ങിയെന്നോ? പിന്നെ മണിമാളിക പോലൊരു വീടല്ലേ അവരുടെ അച്ഛൻ അവിടെ കെട്ടിയിട്ടേക്കുന്നത്. അതിലൊന്നോ രണ്ടോ റൂം വൃത്തിയാക്കിയെടുത്ത് ഒരു ഹോം സ്റ്റേ തുടങ്ങാനാണോ ഇത്ര പാട്? നീയും അങ്ങനെ ആരംഭിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ഉണ്ട്, പെൺകുട്ടികളുടെ ആട്ടം വരെ അവിടെ ഉണ്ട്. അല്ല, പെണ്ണുങ്ങളിങ്ങനെ ആടി കുഴഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഏതാണുങ്ങളാണേലും അവിടെ താമസിക്കാൻ ചെല്ലൂലോ എന്നൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ജയപാലൻ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാജേശ്വരിയുടെ മനസ്സിലും കാവേരിയുടെ വല്ലാത്ത ദേഷ്യം തോന്നുക. എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ ചതിച്ച് എൻ്റെ റിസോർട്ടിനൊരു ദോഷം വരുന്ന രീതിയിൽ ഇവള് പെരുമാറിയല്ലോ എന്നുള്ളൊക്കെ ഒരു ദേഷ്യം വരികയാണ് കേട്ടോ രാജേശ്വരിയുടെ മനസ്സിൽ. അവളെ ഈ നിമിഷം അടിച്ചിറക്കിക്കോ രാജേശ്വരി, അല്ലെങ്കിൽ നിനക്കൊരു വെല്ലുവിളിയായിട്ട് അവൾ മാറും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയാം. അപ്പം ജയപാലേട്ടൻ ഇപ്പോഴെങ്കിലും എന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഒരു മണ്ടിയായി അവളെ വിശ്വസിച്ച് മുന്നോട്ട് പോയേനെ. അവളിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ കാവേരി ജോലി ചെയ്യാനായിട്ട് റിസപ്ഷനിൽ ഇരിക്കുമ്പോഴാണ് രാജേശ്വരി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയും, നിന്റെ ഒരു സേവനങ്ങളും ഇനി ഇവിടെ ആവശ്യമില്ല. എന്നെ ചതിച്ചുകൊണ്ട് നീ ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ അറിയില്ലെന്ന് കരുതിയല്ലേടി. എടി ശവമേ, ഇപ്പൊ തന്നെ നീ ഈ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണം എന്ന് പറയാം. അപ്പം രാജേശ്വരിയുടെ ആ രീതിയിലുള്ള സംസാരം കാവേരിക്ക് ഒരുപാട് ഹേട്ടാവുക. കാവേരി പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഇത്രയും മോശമായിട്ട് രീതിയിൽ സംസാരിച്ച നിങ്ങളുടെ ഈ റിസോർട്ടിൽ ഇനി ഞാനൊട്ട് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ നിങ്ങൾ ഓർത്ത് വെച്ചോ ഈ വാക്ക്, കൃത്യം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ടീ കപ്പ് റിസോർട്ടിനേക്കാൾ ഉയർന്നൊരു റിസോർട്ട് ഈ കാവേരി പണിതില്ലെങ്കിലേ കാവേരി അരവിന്ദന്റെ മകളല്ല എന്നും പറഞ്ഞ് വാശോടുകൂടി ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നിവിന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. കാവേരിയുടെ പിന്നാലെ പോവുക. കാവേരി ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോവല്ലേ അമ്മ, നിങ്ങൾ ഹോം സ്റ്റേ തുടങ്ങിയ കാര്യം അറിഞ്ഞപ്പോഴുള്ള ദേഷ്യത്തിലാണ് ഇങ്ങനെ പെരുമാറിയത് എന്ന് പറയാം. ഞാൻ ഹോം സ്റ്റേ തുടങ്ങിയതും ഈ റിസോർട്ടുമായിട്ട് എന്താ ബന്ധം? ഇവിടുന്ന് വരുന്ന ആ ഒരു ഗസ്റ്റുകളെ ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നില്ല. ഇവിടുത്തെ കാശ് കൂടുതലാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് മറ്റൊരു റിസോർട്ടിലേക്ക് പോകാൻ പോയ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. എനിക്കറിയാം ആരാ ഇതിനൊക്കെ പിന്നിൽ നിന്ന്. നിവിനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. എനിക്ക് ആവശ്യമുണ്ടപ്പോഴൊക്കെ സഹായിച്ചൊരു വ്യക്തി തന്നെയാണ് നിവിന്. പക്ഷേ ഇനി ഈ റിസോർട്ടിൽ ഞാൻ ജോലി ചെയ്യില്ല എന്നും പറഞ്ഞ് കാവേരി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വരും ആഴ്ചയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും